ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ദൈവത്തിന് നമ്മളെ കുറിച്ച് എരിവുണ്ട്. എന്താ കാര്യം? നഷ്ടപ്പെട്ടു പോകരുത്, നരകത്തിൽ പോകരുത്. എന്നാൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നത്, സ്നേഹത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ യേശുവിന്റെ അടുക്കൽ എത്തണമെന്നാണ്. അപ്പൊ ദൈവത്തിന് ഒരു എരിവുണ്ട് നമ്മളെ കുറിച്ച്. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം ഭയങ്കരമാണ്. അവന്റെ സ്നേഹത്തിലാണ് നമ്മളെ തേടി വന്നത്. ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ആകർഷണമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വരികയില്ല. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അവൻ ഏക സത്യദൈവത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൽ പല ദൈവങ്ങളും ഉണ്ടെങ്കിലും അവൻ യേശു ഏക സത്യദൈവമാണ്. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി എന്ന് വെച്ചാൽ, നിർമ്മല കന്യക എന്ന് വെച്ചാൽ എന്താണ്? പാപം ചെയ്യാത്ത ഒരു ആത്മീയ ജീവിതം, പാപം വിട്ടൊഴിഞ്ഞുള്ള ജീവിതം, ലോകം വിട്ടൊഴിഞ്ഞുള്ളൊരു ജീവിതം, ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞുള്ളൊരു ജീവിതം, അങ്ങനെ ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എന്ന് വെച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, യേശു കർത്താവായി സ്വീകരിച്ചേറ്റ് പറഞ്ഞാൽ വേറൊരു കർത്താവ് പിന്നെ നിന്റെ ജീവിതത്തിൽ വരരുത്. നീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ മറ്റൊരു പുരുഷൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നീ പാപം ചെയ്തു പോയി, നീ വ്യഭിചാരം ചെയ്തു പോയി. ദൈവം ആഗ്രഹിക്കുന്നത്, ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ എരിവെന്ന് പറയുന്നത് നമ്മൾ വേറെ ആർക്കും ആകാൻ പാടില്ല. അതുപോലെയാണ് പൗലോസ് എരിയുന്നത്. പൗലോസ് പറയാണ്, നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ, കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ ഏൽപ്പിക്കാണ്. മാലിന്യം, ലോകത്തിന്റെ മാലിന്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നിർമ്മല കന്യകയായിരിക്കാൻ കഴിയില്ല. പാപം വിട്ടൊഴിഞ്ഞൊരു ജീവിതമാണ്, ലോകം വിട്ടൊഴിഞ്ഞൊരു ജീവിതമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് ആമേൻ സ്തോത്രം മക്കളും ഞാൻ നിങ്ങൾക്ക് ആയിത്തീരുമെന്നാണ് വചനം പറയുന്നത്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പെൺകുട്ടി ആരെ കുറിച്ച് ചിന്തിക്കും? നിങ്ങളുടെ വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ, നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ, പിന്നെ ആ വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പ് പലരെയും നോക്കിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്, ടാറ്റ പറഞ്ഞിട്ടുണ്ട്, കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിവാഹം കഴിച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു കല്യാണം കഴിച്ചിട്ട് കാസർഗോഡ് പോയി കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ പൂർണ്ണമായ അളവിലേക്ക് എന്ത് ചെയ്യാണ്? ആ ബന്ധം മുറുകയാണ്, ആ കെട്ട് മുറുകയാണ്. സ്തോത്രം. പിന്നെ അതിൽ നിന്ന് ആമേൻ നമുക്ക് എന്തില്ല? ഒരു മോചനം ആഗ്രഹിക്കരുത്. സ്തോത്രം. ആ ബന്ധം ദൃഢമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കണം. എന്നാൽ ഇന്നത്തെ വിവാഹ ബന്ധങ്ങളെല്ലാം എങ്ങനെയാണ് ആയിത്തീരുന്നത്? 2 മാസം കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും ഡൈവോഴ്സിന് കൊടുത്തുന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ രീതിയിലുള്ള ഒരു ജീവിതത്തിന് അനുസരണമായ ഒരു ആത്മീയ ജീവിതം നമ്മൾ ചെയ്യരുത്. ഇന്ന് യേശുവിനെ 2 മാസം യേശുവിനെ ആരാധിച്ചു, 2 മാസം കഴിഞ്ഞ് വേറൊരു സ്ഥലം കേട്ടപ്പോ അവിടെ പോയി അയാളെ ആരാധിച്ചു. അങ്ങനെ ഒരു ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നാണ് പൗലോസ് അന്ന് ആഗ്രഹിച്ചതും ഇന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നതും. സർപ്പം ഹൗവായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം.
ഇതേ എരിവ് ആർക്കുണ്ട്? ദൈവത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് എന്ന് പറയുമ്പോൾ ഇതേ എരിവ്, അതാ പറയുന്നത്, ക്രിസ്തുവിന്റെ എരിവോടെ ഞാൻ നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? എരിയുന്നു. അപ്പൊ നമ്മൾ എത്രമാത്രം നിർമ്മലതയോടെ ഭക്തിയോടെ ജീവിച്ചാലേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. ജാതികളുമായി ഇടകലർന്ന് ജീവിച്ച്, ജാതികളെ പോലെ ജീവിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തിന്ന് ഇടകലർന്ന് യേശുവിന് പ്രയാസം വരുന്നൊരു ജീവിതമാണ് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്നതെങ്കിൽ വരവെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കപ്പെടുകയില്ല. സ്തോത്രം. അപ്പൊ എടുക്കപ്പെടാനുള്ളവരുടെ ഒരു ആത്മീയ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചു. എങ്ങനെ ചതിച്ചു? എന്താണ് ചതിച്ചത്? സ്തോത്രം. നമുക്കൊന്ന് നോക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവത്തെ പോലെ ആവുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. സർപ്പം എന്ത് ചെയ്യാണ്? ഉപായത്തിൽ എന്ത് ചെയ്യാണ്? ശപിക്കുകയാണ്. അല്ല, ഇവർക്കില്ലാത്ത മറഞ്ഞിരിക്കുന്ന ഒരു ജഡത്തിന്റെ ഉപദേശമാണ് ഇപ്പോൾ ഇവിടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആത്മീയ ദേശത്തിൽ നിൽക്കുന്ന, ദൈവത്തിന്റെ തേജസ്സോടെ നിൽക്കുന്ന ഹവ്വായിക്ക് പറഞ്ഞു കൊടുക്കുന്ന, ഹവ്വായിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ വ്യക്തി എവിടെ കിടക്കുകയാണ്? ആത്മീയ പരിവേഷം നഷ്ടപ്പെട്ട് വെട്ടേറ്റ് വീണ വ്യക്തിയാണ്. അന്ധകാരത്തിൽ കിടക്കുന്നതാണ്. അത് ജഡികമാണ്, അത് പാപമാണ്. ഈ പാപം സംസാരിക്കുന്നു, ഈ ജഡം സംസാരിക്കുന്നു. ഒരു കാലത്ത് ഈ സാത്താൻ മനുഷ്യനേക്കാളും ശ്രേഷ്ഠമായ നിലകളിൽ തേജസ്സോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു സാറാഫായിരുന്നു. ആര്? ലൂസിഫർ. ആ ലൂസിഫറാണ് സാത്താനായി വെട്ടേറ്റ് വീണത്. എന്ത്? ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു സിംഹാസനമിട്ട് വാണരുളുമെന്ന് ഹൃദയത്തിൽ അവൻ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടിക്കളഞ്ഞുവെന്ന് വചനം പറയുന്നു. അങ്ങനെ വെട്ടേറ്റ് വീണ ആളാണ് ആര്? സാത്താൻ, ലൂസിഫർ. അപ്പൊ ഇവിടെ പറയുന്ന വാക്കാരാണ്? ഞാൻ പറയട്ടെ, നമ്മൾ ആത്മീയ വേഷത്തിൽ നിൽക്കുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുമ്പോൾ, നമ്മളെ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ലോകം നമ്മളോട് സംസാരിക്കുന്ന വാക്ക് ആരുടെ വാക്കാണ്? സാത്താന്റെ വാക്കാണ്. സാത്താൻ ഉപായത്തിൽ ആരോട് സംസാരിച്ചു? ഹവ്വയോട് സംസാരിച്ചു. ഹവ്വ വെട്ടിക്കേറ്റി, ദൈവം പറയാത്തതുകൊണ്ട് വെട്ടിക്കേറ്റി. എന്താണെന്നറിയാമോ? ദൈവം അത് തിന്നരുതെന്നേ പറഞ്ഞോളൂ, തുടരുതെന്ന് ദൈവം പറഞ്ഞു. അവിടെ ദൈവം പറയാത്ത ഒരു കാര്യം കൂടി അധികം പറഞ്ഞു. സ്തോത്രം. സാധാരണ സ്ത്രീകൾ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അത് പറഞ്ഞു. പക്ഷെ ഇവിടെ തന്ത്രശാലിയായ ലൂസിഫർ പറയാണ്, നിങ്ങൾ ഇത് കഴിച്ചാൽ എന്താകും? ദൈവത്തെ പോലെയാണ്. ഏത് ദൈവം എന്ന് പറഞ്ഞു? സ്തോത്രം, സ്തോത്രം. ഏത് ദൈവമെന്ന് അവൻ മറച്ചു വെച്ചു. ഏതാണ് ആ ദൈവം? ഈ ലോകത്തിന്റെ ദൈവം. തേജസ്സിൽ നിൽക്കുന്നവരെ വിലക്കപ്പെട്ട കനി വച്ചിച്ചാൽ അവരുടെ തേജസ് നഷ്ടപ്പെടും. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ ദൈവത്തിൻ്റെതായി തീരും. അതുകൊണ്ട് അവൻ തന്ത്രപൂർവം അവൻ പറയുന്നത് ശരിയാണ്. നിങ്ങളിത് കഴിച്ചാൽ ആരെ പോലാകും? സാത്താനെ പോലാകും. ഇവര് നിൽക്കുന്നത് ആരുടെ പരിവേഷത്തിലാണ്? ദൈവത്തിന്റെ സദൃശ്യത്തിൽ, സ്വരൂപത്തിൽ. അങ്ങനല്ലേ സൃഷ്ടിച്ച ദൈവം? സ്തോത്രം. വിശാൽ മയക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. അതാ പോരാട്ടം ഉണ്ട്. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ മരണം എന്ന് പറയുന്ന കാര്യം അതാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം പറയാണ്, വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. വരുവിൻ
നാം ത്രിയേകനാം ദൈവമാ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പറയാണ്, വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ആരാണ്? മനുഷ്യനെ പോലെയാണ്. ദൈവം ആനയല്ല, പാമ്പല്ല, ക്രൂര ജന്തുവല്ല, തലയോട്ടിയിട്ടിരിക്കുന്നതല്ല, സർപ്പം ചുറ്റിയതല്ല. സ്തോത്രം. തേജോമയനായ മനുഷ്യനെ പോലെ. ആമേൻ. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ വസ്ത്രം ഏതാണ്? തേജസ്സാണ്. ഈ ആമേൻ, മനുഷ്യന് ദൈവം കൊടുത്ത വസ്ത്രം ഏതാണ്? ആദ്യം തേജസ്സാണ്. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ വസ്ത്രമാണ് മനുഷ്യന് കൊടുത്തത്. മനുഷ്യനെ അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ സദൃശ്യത്തിൽ സൃഷ്ടിച്ചു. തന്റെ ആത്മാവിനെ അവന്റെ മൂക്കിലേക്ക് ഊതി, അവന് ജീവശ്വാസമുണ്ടായി, അവൻ മനുഷ്യനായി മാറി. അവന്റെ ഒരു വാരിയൽ ഗാഠനിദ്ര വരുത്തി വാരിയിൽ നിന്ന് ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് അബ്രഹാമിന് ഈ കല്ലിൽ നിന്ന് അവനെ മക്കളെ ഉളവാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് കഴിയാത്ത, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ ദൈവം വിചാരിച്ചാൽ ഒരു നിമിഷം മതി നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ബലം നൽകാൻ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മുടെ സ്ഥിതി മാറും. അപ്പൊ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമെന്ന് പൗലോസ് ഭയപ്പെട്ടു. ആ ഉപായം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇത് കഴിക്കുന്ന നാളിൽ എന്തായി? നിങ്ങൾ നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നല്ല നിങ്ങളെ അറിയുന്നവരായ ദൈവത്തെ പോലെ ആവുകയും ചെയ്യുന്നത്. ഏത് ദൈവമാണെന്ന് പറഞ്ഞില്ല, അവര് ദൈവത്തെ പോലെയായി. ഏത് ദൈവത്തെ പോലെയായി? ആമേൻ. അവരോട് സംസാരിച്ച ഈ ലോകത്തിന്റെ ദൈവത്തെ പോലെയായി. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവർ നഗ്നരെന്നറിഞ്ഞു. അതുവരെ അവർക്ക് നഗ്നത എന്താന്ന് പോലും അറിയത്തില്ല. സ്തോത്രം. ആമേൻ. നമ്മുടെ നഗ്നതയെ മറയ്ക്കുന്നത് എന്താണ്? നമ്മുടെ നഗ്നതയെ, നമ്മുടെ പാപത്തെ മറയ്ക്കുന്നത് എന്താണ്? നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് പെട്ടു നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സ്തോത്രം എങ്ങനെയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്? അവന്റെ അളവറ്റ തേജസ്സിലാണ്. കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ ആ മഹത്തായ തേജസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്തോത്രം. ആ അത്യന്ത തേജസ്സാണ് നമ്മൾ വ്യാപരിക്കുന്നത്, നമ്മളത് അറിയുന്നില്ല. ആ തേജസ്സിലൂടെ നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ തേജസ് നഷ്ടപ്പെടും. സ്തോത്രം. നഷ്ടപ്പെടുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്ത് മനസ്സിലായി? ആമേൻ. ഏത് ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആമേൻ. സാത്താൻ പറഞ്ഞത് അത് അവരോട് പറഞ്ഞില്ല, എന്നെ പോലെ ആവുമെന്ന് പറഞ്ഞില്ല. ദൈവത്തെ. അപ്പൊ ഏത് ദൈവമാണെന്ന് പറയാം. അപ്പൊ രണ്ട് ദൈവങ്ങള് ലോകത്തില് ഉണ്ട്. സ്തോത്രം. ഈ ലോകത്തിന്റെ ദൈവവും ആമേൻ. സ്തോത്രം. യഥാർത്ഥമായ സത്യദൈവവും. ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? സാത്താൻ. ഈ സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് നസ്രായനായ യേശു ഭൂമിയിൽ വന്നത്. യേശുവിന്റെ നാമത്തിൽ ഏത് ബന്ധനവന്റെയും അഴിയും. സ്തോത്രം. ആരാഭിചാരം ചെയ്താലും, ആര് മന്ത്രവാദം ചെയ്താലും, ആര് നേർച്ച കാഴ്ചകൾ കൊടുത്താലും ഏത് ബന്ധനം യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യും? അഴിയും.